എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ പ്രൈസമോന് കുഴപ്പമില്ല, കുറവുണ്ട്. ബാക്കി എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്തിരി വ്യൂസ്, അല്ലെങ്കിലും നേരത്തെ ഒത്തിരി വലിയ വ്യൂസ് ഇല്ലായിരുന്നു എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് തീരെ വ്യൂസ് കുറവാണ്. അപ്പോൾ എന്താ ഇന്നലത്തെ അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വളരെ നല്ലൊരു നമ്മുടെ ദോശമാവ് ഉണ്ടെങ്കിൽ എപ്പോഴും ഇവർക്ക് ഞാൻ മസാല ഇഡ്ഡലിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ അവർക്കങ്ങ് ബോറായിട്ട് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ ഇത്തിരി ഷേപ്പിൽ വ്യത്യാസമൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അവർക്കും അത് ഇഷ്ടമായിട്ട് തോന്നും. പിന്നെ അതിൽ നെയ്യൊക്കെ ഒഴിക്കുന്നെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ് കാണും. അപ്പോൾ ഇന്ന് ഞാനൊന്ന് പരീക്ഷിച്ചതാണ് നമ്മുടെ ചോളപ്പൊടിയും കൊണ്ട് കുഴിക്കട്ട. പക്ഷേ അത് അടിപൊളിയായിട്ട് വന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് ഒത്തിരി ഒന്നും ഉണ്ടാക്കിയില്ല. അന്ന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയുണ്ടെങ്കിൽ ആർക്കും വേണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ കൊഴുക്കട്ട ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അതാകുമ്പോൾ ഒരു ഹെൽത്തി ആയിരിക്കും. നമ്മൾ ചോളവും നല്ലയാ, പിന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്തൊക്കെ എടുക്കുന്നത് കൊണ്ടേ നല്ലതായിരുന്നു. പിന്നെന്താ ഇന്നൊരു ബീഫ് കറി കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ചെയ്യുന്ന ഒരു ബീഫ് കറി, ഒത്തിരി ഒന്നും മെനക്കിടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് മഴയൊക്കെ ഉണ്ടോ അവിടെ? ഇന്ന് വീട്ടിൽ വിളിച്ചപ്പോഴും മഴയുണ്ടായിരുന്നെന്ന് പറയുന്നു. എല്ലാവരും ഇപ്പം മഴ ആയതുകൊണ്ട് ബോറാ. എല്ലായിടത്തും തുണി ഉണങ്ങുന്ന കാര്യം എല്ലാവർക്കും. പിന്നെ മീനും ഇല്ലെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ വട്ടമത്തി വീട്ടിൽ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ജോമാസുകളുടെ പറയുമ്പോൾ വട്ടമത്തി കൊള്ളത്തില്ലെന്ന്. എന്തോ ചെയ്യാനാ, ഒന്നുമില്ലായിരുന്നു. പുള്ളിക്കാരൻ വീട്ടിൽ കൊണ്ടുവരുന്ന ആളായിരുന്നു. പുള്ളിക്കാരൻ്റെ കയ്യിൽ അതേ ഉള്ളു. പുള്ളിക്കാരൻ പറയുന്നത് ഒന്നുമില്ല അമ്മമ്മ, എന്തോ ചെയ്യാനാന്നും പറഞ്ഞ്. അപ്പം അത് മീൻ്റെ കൊതി കൊണ്ട് അങ്ങ് വാങ്ങിച്ചതാ. അത് മുള്ളൊക്കെയല്ലേ. അപ്പോൾ ഇവിടെയും മീനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത്തിരിയെന്നല്ല, ബുദ്ധിമുട്ടാണ്. കിട്ടുന്നൊന്നുമില്ല. ഇപ്പം നമ്മളില്ലേ ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വില അറിയാം. ഇച്ചിരി കിട്ടിയായിരുന്നെങ്കിൽ അന്ന് എന്തിക്കും. ഓക്കെ, ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയാ. നിങ്ങളൊക്കെ കാണുക. ഇഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് പ്രയോജനമുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ ഒക്കെ. ഓക്കെ. പിന്നെ പ്രൈസമോന് കുറവുണ്ട്. ഒത്തിരിയും പേര് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. ഇന്ന് സ്കൂളിൽ വിട്ട്, കാരണം ഒരു ദിവസം നമ്മൾ വിട്ടില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഒത്തിരി കാണും. എത്രമാത്രം പിള്ളേരുടെ എന്ന് ചോദിച്ചെന്ന് നമ്മൾ വാങ്ങിക്കും. ഇന്നലത്തെയൊക്കെ വാങ്ങിച്ചു, അതിന് എഴുതിക്കണം. അവർക്കും പിന്നെ അങ്ങ് ബോറാവും ഡെയിലി ഇങ്ങനെ കുത്തിയിരിക്കും. പിന്നെ കുഴപ്പമില്ലായിരുന്നു, പോയി ടാബ്ലറ്റൊക്കെ കഴിക്കുന്നുണ്ട്. ഒരു കൊടുത്താൽ ഞാൻ ഇന്നലെ രാത്രി ടീച്ചറെന്ന് പറഞ്ഞാൽ ഞാനായിരുന്നെങ്കിൽ അത് തുപ്പിക്കളഞ്ഞേനെ. ആ കൊച്ചത് വായിട്ട് അലിഞ്ഞിട്ട് തുപ്പിയത് പോലും ഇല്ല. അതിനെന്തോ ചെയ്യണം വെപ്രാതി. ഞാനും കിടന്നങ്ങനെ ഇടാടോ വായിലോട്ട് കൊച്ചങ്ങ് മേടിച്ചും പോയി. എന്തോന്നേലും അത് പഠിച്ച് ഗുളിക കഴിക്കാൻ. ഇത്രയും നാളും അവൻ സിറപ്പല്ലായിരുന്നു കുടിച്ചോണ്ടിരുന്നത്. ഇപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ബീഫ് കറി വയ്ക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഈ അച്ചാറിടാൻ ബീഫ് വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ 2 കിലോ വീട്ടിലത്തേക്കിനും വാങ്ങിക്കും. അപ്പോൾ അന്ന് ആ 2 കിലോയിൽ നിന്നായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കുറച്ച് ബീഫ് എടുത്തത്. അതിൻ്റെ ബാക്കി കുറച്ച് വെച്ചിരുന്ന് അതിന്ന് എടുക്കുക. അപ്പം ഞാനവിടെ കടയിൽ നിന്ന് റീച്ചാറിനോട് പറഞ്ഞായിരുന്നു, റീച്ചാ ഈ ബീഫൊക്കെ വാങ്ങിക്കുന്നുണ്ടേ ഇത്തിരി എല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ നല്ല ടേസ്റ്റ്. ഇച്ചിരി ഫാറ്റ് അല്ലാതെ ഇവിടെ എന്ന് പറയുന്നത് ഒട്ടും ഫാറ്റില്ലാതെ വാങ്ങിക്കുന്നത് ഇവർക്കിഷ്ടം. അതിനാകുമ്പോൾ അത്ര അങ്ങോട്ട് ടേസ്റ്റ് കിട്ടത്തില്ല. പക്ഷേ ഹെൽത്തിന് നല്ലത് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്ട് ഈ എല്ലൊക്കെ കൂട്ടി വാങ്ങിക്കുവാണെങ്കിൽ അതിന് ഇത്തിരി വിലയും കുറവാണ്. എല്ലൂടൊക്കെ കൂടി വാങ്ങിക്കുവാണെങ്കിൽ അതിനാ ഒരു ടേസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലോട് കൂടിയാണ് കിട്ടുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ റീച്ചാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു ഇച്ചിരി ഫാറ്റ് കണ്ടിച്ച് മാറ്റാതെ അങ്ങനെയുള്ള ഒരു പാർട്ട് കുറച്ചെടുത്ത്. അപ്പം ഞാൻ ഇതിലാദ്യം കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത്. തേങ്ങാക്കൊത്ത് ഇവിടെ അങ്ങനെ ഇവർക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇന്നെന്തോ വന്നാലും ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇട്ട്, പിന്നെ 2 ഉരുളൻകിഴങ്ങും സവാളയും ടൊമാറ്റോ ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഞാൻ ഇത്തിരി കുരുമുളക് പൊടി കൂട്ടി ഇടുന്നുണ്ട്.
കാരണം അതിൻ്റെ ടേസ്റ്റ് ഒരു നല്ല ബീഫിനൊക്കെ ഇത്തിരി കുരുമുളകൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗരം മസാലയും ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഞാനിതൊന്ന് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ആ മസാലയൊക്കെ നന്നായി ഒന്ന് വേവും. ഇച്ചിരി നേരം ചെറിയ തീയിൽ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ചു. അപ്പം മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആ വെന്ത ബീഫ് കൂടെ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ പിള്ളേർക്ക് നന്നായി വേവണം, അതോട് ഇട്ട് കൊടുത്തിട്ട് ഇനിയും കുറച്ച് നേരം ചെറിയ തീയിലിങ്ങനെ ആ പീസുകളിലൊക്കെ ആ മസാല ഒന്ന് കയറി പിടിക്കണം. അത്രയും മതി. അപ്പം ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ഒത്തിരി അങ്ങ് ചാറാക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ഒതുക്കി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അവിടെ ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ. ഈ ഉരുളൻകിഴങ്ങ് ചേർത്ത ബീഫ് കറി പോൾമോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ പ്രതി കൂടുതൽ ഈ ഉരുളൻകിഴങ്ങ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്, ചിക്കൻ്റെ അകത്താന്നേലും ഇതിൻ്റെ അകത്താന്നേലും. ഞാൻ ചെറിയ തീയിൽ അവിടെ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. അപ്പം നണ്ട അതിൻ്റെ ആ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിനി ഇളക്കി കൊടുത്തിട്ട് ഞാനിപ്പം ലാസ്റ്റിൽ ഇത്തിരി കടുക് വറുക്കും. അപ്പം ഞാൻ 5 വർഷത്തിന് മുമ്പിട്ടെങ്ങാണ്ട് ഇട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്ന്, അയ്യോ ഞങ്ങൾ അതാ ചില സ്ഥലങ്ങളിൽ കടുക് വറുക്കാറില്ല, പക്ഷേ കടുക് വറുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കടുക് വറുത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത്തിരി ഞാനിതിന് ഇത്തിരി കടുകും കൂട്ടിയിടും, ഒരു 1.5 ടീസ്പൂണോളം കടുകും ചേർത്തു. പിന്നെ കറിവേപ്പിലയാണെങ്കിലും നല്ലതായിട്ട് ഇത്തിരി കറിവേപ്പിലയും ചേർക്കും. അപ്പോൾ ആ കറിവേപ്പിലയും കടുകൊണ്ട് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ കറിക്കകത്തോട്ട്, പിന്നെ കൊച്ചുള്ളിയാണ് ഇതിൻ്റെ ആക്ച്വലി നമ്മൾ വറുത്ത്, അല്ലെങ്കിൽ കറിക്ക് തന്നെ കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊച്ചുള്ളി ചേർക്കാൻ, ഞാൻ കടുക് വറുക്കാനും കൊച്ചുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും, അതൊന്നും ഞാനിപ്പോൾ ചേർത്തില്ല. വെളുത്തുള്ളിക്കൊക്കെ എന്തോ വില, 300 വില വരെ പോയില്ലേ. എന്നിട്ട് ഇച്ചി ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ, ഇതെല്ലാം കൂടെ ഒന്ന് കടുക് വറുത്ത് ചേർത്ത് നിങ്ങളൊന്ന് കഴിച്ച് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ബീഫിന്. പിന്നെ നമ്മളത്ര പറഞ്ഞാലും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കത് ടേസ്റ്റായിട്ട് തോന്നും. ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് എത്ര ആണെങ്കിലും അതൊരു ടേസ്റ്റായിട്ട് തോന്നത്തില്ല. നമ്മൾ ചെയ്ത് നോക്കെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർക്കൊരു മനസ്സ് വരത്തില്ല. ഇപ്പോൾ എന്നോട് വന്നേലും പലരും വിജി ഇങ്ങനെ ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ഥിരം നമ്മൾ ചെയ്യുന്ന രീതി അങ്ങ് നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യാൻ നമുക്ക് ഓർമ്മയും വരത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഓർക്കുവാണെങ്കിൽ ഒന്ന് കടുക് വറുത്ത് നോക്കുക. ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ കടുക് വറുക്കാറില്ലെന്ന്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കടുകൊക്കെ വറുത്ത് കറിക്കകത്ത് ചേർത്തു. ഒന്നിനി ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബീഫ് കറി എന്ന് പറയാനൊക്കത്തില്ല, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു ചപ്പാത്തിക്കൊക്കെ ആയിരുന്നേലും. കാരണം നമ്മൾ ഉരുളൻകിഴങ്ങ് അതങ്ങ് നന്നായിട്ടങ്ങ് വെന്തതങ്ങ് നല്ല രുചിയുണ്ട് അതിൻ്റെ അകത്തോട്ട് അലിഞ്ഞ് ചേർന്നപ്പം. അപ്പോൾ ഇന്ന് ഇന്നല്ല പ്രൈസമോൻ 2 ദിവസത്തിന് മുമ്പിട്ട് US-ൻ്റെ അകത്ത് മദറിനെ പറ്റി എഴുതാനുണ്ടായിരുന്നു. മദറിൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, മദറിൻ്റെ പേരൻസിൻ്റെ പേരെന്തുവാ, ബിഗ് ഫാമിലിയാണോ സ്മോൾ ഫാമിലിയാണോ, നടന്നാണോ സ്കൂളിൽ പോയത്. ഞാൻ പറഞ്ഞു, അന്നേരം അവനിങ്ങനെ ഓരോ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ബസ്സിലാണോ നടന്നാണോ സൈക്കിളിലാണോ എന്നൊക്കെ. അപ്പം ഞാൻ പറയും നടന്നാ, അവന് വിശ്വസിക്കാൻ വയ്യ. അപ്പോൾ അവൻ പറ, ഇനി ടീച്ചർമാരും പറയും, കണ്ടോ അന്നത്തെ ആൾക്കാർ നടന്നാ പോയത്, നിങ്ങൾ ബസ്സിലല്ലേ വരുന്നേ, അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മമ്മിക്ക് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നോ? ഞാൻ പറയാം, എൻ്റെ പൊന്നെ ഞങ്ങളുടെ വീട്ടിലൊന്നും കമ്പ്യൂട്ടർ ഇല്ലായിരുന്നേ, ഞങ്ങൾ ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ പറയാം ഫോൺ ഉണ്ടായിരുന്നു, ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇന്ന് ഫില്ല് ചെയ്തിട്ട് തന്നെ പറയുക, ഇനിയും ടീച്ചർ വല്ലതും പറയുമോ എന്തോ ഞങ്ങളെ പറ്റി. കാരണം നമ്മൾ നടന്നല്ലേ പോയത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് ഓർക്കുമ്പം എങ്ങനെ നടന്നു പോയെന്ന് ഞാൻ റീച്ചാർഡ് നിന്ന് പറയും, ദൈവമേ ഇപ്പോഴാണ് ആ അവസ്ഥയെങ്കിൽ സ്പേസ് ഇല്ല. കാരണം വീഡിയോകൾ എൻ്റെ ഇങ്ങനെ കിടപ്പുണ്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. ഷോർട്ടിനൊന്നും ഇല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് ഷോർട്ടാക്കി ഇടാൻ വേണ്ടി വെച്ചേക്കുക. അപ്പം സ്പേസ് ഇല്ല എന്നും പറഞ്ഞ് വന്ന് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഇന്ന് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ റീച്ചാർഡ് പറഞ്ഞു, ഞങ്ങൾ പോകുന്ന പോക്ക് മഴയാന്നേലും അവിടെ ഞങ്ങളുടെ സമയം എന്ന് പറയുന്നത് 10 മണി തൊട്ട് 4 മണി വരെ. 4 മണി കഴിഞ്ഞ് ട്യൂഷൻ എന്ന് പറയുന്നത് ഈ ട്യൂട്ടോറിയൽ ഉണ്ടല്ലേ, ആ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ട്യൂട്ടോറിയൽ കാണും അവിടെ. അപ്പം വെക്കേഷൻ ആകുമ്പോഴേ ഇപ്പം അങ്ങനെയൊന്നും ആൾക്കാർ പിള്ളേരെ പിടിക്കാനൊന്നും പിള്ളേരെ പിടുത്തമെന്ന് പറഞ്ഞാൽ പിള്ളേരെ പിടുത്തമല്ലേ, ഈ ഓരോ ട്യൂട്ടോറിയലിലെ ആൾക്കാർ മത്സരിച്ച് എക്സാം വെക്കേഷൻ ആകുമ്പോഴേ വീടുകളിൽ ചെല്ലും, ഇന്നടുത്ത് വരണേ എന്ന് പറയാൻ.
പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലെന്ന് തോന്നി. ഇപ്പോൾ ട്യൂട്ടോറിയലും അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ട്യൂഷനാണ്. ട്യൂട്ടോറിയൽ എനിക്ക് തോന്നുന്നില്ല ട്യൂട്ടോറിയൽ കാണും. ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ട്യൂട്ടോറിയലായിരുന്നു. സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഉടനെ അങ്ങോട്ട് പോകും, പിന്നെ എന്നിട്ട് അവിടുന്ന് പിന്നെ വീട്ടിൽ വരും. വീട്ടിൽ വന്നാലും നമുക്ക് ജോലികളില്ലേ, ഇവിടെ കൂട്ടല്ലല്ലേ. ഇപ്പോഴുള്ള പിള്ളേർക്ക് എന്തോ ജോലിയുണ്ട്, വരിക കാണുക, അവർ മൊബൈൽ എടുക്കുക, അതാ പരിപാടി. നമ്മളാണെങ്കിൽ മുറ്റം തൂക്കണം, വെള്ളം കോരണം, മുറ്റം എന്നൊക്കെ പറയുന്നത് എന്ത് കാണുന്നു. അതുകൊണ്ട് അന്നൊന്നും നമുക്കങ്ങനെ, എനിക്കാണെങ്കിൽ ഞാൻ ബോംബെയിൽ നിന്ന് നാട്ടിൽ വരുന്ന നാട്ടിൽ നിന്ന് ബോംബെ വരുന്ന സമയത്ത് 55 കിലോയേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണത്തിനും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് തൈറോയിഡൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ വണ്ണം കയറിയത്. കഴിച്ചാലും കഴിച്ചില്ലേലും വണ്ണമുണ്ട്. അപ്പം ചിലർ പറയാം കഴിച്ചിട്ടാണ് പറയുന്നവർ. നമുക്കറിയാം നമ്മുടെ അവസ്ഥ. എത്ര പട്ടിണി കിടന്നിട്ടും ഞങ്ങളുടെ വണ്ണം കുറയത്തില്ല. പപ്പ മിലിറ്ററിക്കാരനായിരുന്നു. പപ്പായ്ക്ക് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും കുഴപ്പമില്ലായിരുന്നു. പിന്നെ പപ്പ 5 വർഷം വീണ് പപ്പ ഒരു കിടപ്പായി. പപ്പായെ അമ്മയായിരുന്നു ഇങ്ങനെ കൊച്ചുങ്ങളെ പോലെ നോക്കി എടുത്തും അങ്ങനെയൊക്കെ ആയി. അങ്ങനെ അമ്മ അങ്ങ് വധമായിപ്പോയത്, അങ്ങ് ക്ഷീണമായിപ്പോയതാണ്. ഓക്കെ. അപ്പോൾ വൈകുന്നേരമാണ് കുറച്ച് ചോളപ്പൊടി ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിൽ ഞാൻ ഗോതമ്പ് പൊടി ഒന്നും ചേർത്തില്ല, ഇത് തന്നെ. അപ്പം നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ ചെയ്യുമ്പം നമുക്കിത് ഇങ്ങനെ ഏതാണ്ട് കണ്ടില്ല സൈഡൊക്കെ വിട്ട് പോകുന്നത്, അതുപോലെ ആവത്തില്ല. അപ്പം ഞാൻ അതിനെന്തോ ചെയ്തെന്നോ, ഇച്ചിരി വെള്ളം അവിടെ വെച്ചിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ തൂത്തിട്ട്, വെള്ളമോ എണ്ണയോ ഇങ്ങനെ കയ്യിൽ തൂത്തിട്ട് അതിലിങ്ങനെ പിടിച്ചിട്ട് അവിടെയൊക്കെ തൊടുമ്പോൾ അതങ്ങ് ജോയിൻ്റ് ആയിക്കോളും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് പഞ്ചസാരയും പോട്ടെ, ശർക്കരയും തേങ്ങയും കൂടെ വെച്ചിട്ട് ഒരു വിധത്തിൽ നമുക്കങ്ങ് ഇങ്ങനെ മടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒതുക്കുന്നുടനെ അത് വിട്ട് പോവും. എന്നുവെച്ചാൽ ഒരു പശപ്പില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഒതുക്കിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു തുമ്പ് നമ്മുടെ വിരലിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയോണ്ടേ ഒത്തിരി നല്ല അങ്ങ് ഷേപ്പൊന്നും നമുക്കിങ്ങനെ ഉരുട്ടുന്നുണ്ടേ അതുപോലെ അങ്ങ് ഷേപ്പ് വന്നില്ല. ഒരിച്ചിരി അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ടേസ്റ്റ് നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ അത്രയും മാവ് ഇരിപ്പുള്ളായിരുന്നു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇനിയിപ്പം വാങ്ങിച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. നല്ലതല്ലേ, ചോളവും ശരീരത്തിന് നല്ലതാണ്. പിന്നെ ശർക്കര മധുരം അത്ര എപ്പോഴും അല്ലല്ലോ, എന്നാലും നമ്മൾ ഈ സ്റ്റീമൊക്കെ ചെയ്ത് എണ്ണയൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലേ, അതുണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വെച്ച്. പക്ഷേ എനിക്കും ഇഷ്ടമായിരുന്നു. എനിക്കല്ലേലും ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ഗോതമ്പൊന്ന് ആവി കയറി ഒരിത്തിരി വയനയിലയുടെയും കൂടെ ഒക്കെ മണമൊക്കെ ആണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റാണ്. അപ്പം ഞാനിതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഒരു 3-4 ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. ചെറുതായിട്ടുണ്ടാക്കുവാണെങ്കിൽ ഒരു 5-6 കിട്ടിയതിനായിരുന്നു. ഇതൊരിച്ചിരി എനിക്കങ്ങ് ഡൗട്ടായിരുന്നു, ശരിയാവുമോ എന്തോ ആവുമോ എന്നുള്ളത്. പക്ഷേ കഴിക്കുന്നുണ്ടേ നല്ല അടിപൊളി സോഫ്റ്റായിരുന്നു. ഗോതമ്പൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഒന്ന് കട്ടി പോലെ ഇരിക്കും തണുക്കുമ്പോൾ. ഇത് തണുത്തിട്ടും നല്ല സോഫ്റ്റായിരുന്നു. കണ്ടേ, നല്ല അടിപൊളി സോഫ്റ്റായിരുന്നു തിന്നാൻ. പ്രൈസന് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല എന്തുവാന്ന്. പ്രൈസൻ പറഞ്ഞു, മമ്മി ഇന്നാളെ ഉണ്ടാക്കിയതുപോലെ കളർ ഇത് താണ്ട് യെല്ലോ കളറാണല്ലോ, അതെന്തോ പറ്റി? അവൻ ചിന്തിച്ചത് അന്നുണ്ടാക്കിയ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതുപോലുള്ളതാണ്. പക്ഷെ ആൾക്ക് മനസ്സിലായില്ല. പറയുമ്പോഴല്ലേ അവർക്ക് വേണ്ട, ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ മീനച്ചാറ് ഇന്നലെ ഇട്ടയാ. പക്ഷേ ഇന്ന് എനിക്ക് ഇതെല്ലാം ചെയ്തിട്ട് പെട്ടെന്ന് ഒരാൾക്ക് കുറച്ച് ചിക്കൻ അച്ചാറൊന്നും ഒത്തിരി പോകത്തില്ല. നമ്മൾ കുറച്ചായിട്ട് ഇട്ടാൽ നമുക്കൊട്ട് നഷ്ടവുമായിരിക്കും. പിന്നെ എൻ്റെ സ്ഥിരം ആളായതുകൊണ്ട് അവർ വേറെ അച്ചാറൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് ഞാനിപ്പം 1 കിലോ ചിക്കനോട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇത് വേണമായിരുന്നു, മിക്സ് വെജിറ്റബിൾ ഞാനങ്ങനെ ഇടത്തില്ല ഈ സമയത്ത്. കാരണം ഇപ്പം വെജിറ്റബിൾസിനൊക്കെ എന്തോ വിലയൊക്കെ ആക്കരുവാന്നേലും അപ്പം എന്തുവാന്നേലും ഒഴിയാൻ വയ്യാത്തതായതുകൊണ്ട് ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ കൂടി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ചിക്കൻ അച്ചാറും ഇട്ട് നാളെ തന്നെ വേണമായിരുന്നു, കൊറിയർ ചെയ്യണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ പരിചയത്തിലുള്ള ഒരടുത്തുള്ള കടയിൽ കൊടുത്തു വിടാനായിരുന്നു. അപ്പം മിക്സ് വെജിറ്റബിളും ഉണ്ടാക്കി, നമ്മുടെ ചിക്കനും ഉണ്ടാക്കി. മീനിപ്പോൾ എനിക്കിപ്പോൾ ഡബ്ബയിലാക്കാനാണ്. മീൻ ഇന്നലെ ഇട്ടതാ, ഇത് രണ്ടും ഇന്നുണ്ടാക്കി. അപ്പോൾ അത് നമുക്ക് ക്വാണ്ടിറ്റി കുറവാണെന്നേലും ഇതെല്ലാം തന്നെത്താൻ ഞാൻ തന്നെ എല്ലാം പൊളിച്ചെല്ലാം അരിഞ്ഞ് വന്നപ്പോഴത്തേന് കുറേ സമയം എടുത്തു. ഇന്ന് നമ്മൾ ആ ബീഫ് കറി വെച്ചതേ ഉള്ളൂ, പക്ഷേ സമയം കുറേ എടുത്തെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏത് അച്ചാറാന്നേലും, ഇപ്പം സീസൺ സമയമാണേലും, ഇപ്പോൾ ഈ വില അല്ലാത്ത നോർമൽ ടൈമിലാണേലും
നമ്മൾ 1 കിലോ എങ്ങാനും വെച്ച് അച്ചാറിടുവാണെങ്കിൽ നമുക്ക് ഒട്ടും ലാഭം അതിൽ കിട്ടത്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരു 4-5 കിലോയോ 5-6 കിലോയോ ഒരുമിച്ചിടുവാണെങ്കിൽ അതിൽ നമുക്ക് വല്ലതും ലാഭം കിട്ടും. അപ്പം ഞാൻ ഇനി ഇതിപ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തണുക്കും. പിന്നെ ഡബ്ബയിലാക്കിയിട്ട് നാളെ തന്നെ ആ ആളുടെ കൊടുത്തു വിടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.